ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ് ജോസഫ്സ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികരെയാണ് ഷാലോം TV നമുക്ക് പരിചയപ്പെടുത്തുക. തൃശ്ശൂർ അതിരൂപതയുടെ ആതുര സ്ഥാപനമായ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിശ്രമിക്കുന്ന 9 വൈദികരെ ഘട്ടം ഘട്ടമായി ഈ പത്നിയിലൂടെ നമുക്ക് പരിചയപ്പെടാം. വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജേക്കബ് തച്ചറാട്ടിലച്ചൻ. ആഴമുള്ള ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹത്തിൽ എന്നും പ്രതിഫലിച്ച് കണ്ടിട്ടുള്ളത്. ദൈവത്തിരുസന്നിധിയിൽ അനേക നിമിഷങ്ങൾ ശാന്തമായി ചെലവഴിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും പൊതുവിജ്ഞാന ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ജ്ഞാനം തേടി സമയം ചെലവഴിക്കുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉപരിപ്ലവമായൊരു വാക്ക് അദ്ദേഹം പറയാറില്ല. പറയുന്നതിലും എഴുതുന്നതിലും ആത്മാർത്ഥതയുടെ തെളിമ എപ്പോഴും ഞങ്ങൾക്ക് ദർശിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബോധ്യമുള്ള കാര്യങ്ങളെ പറയൂ, ബോധ്യമുള്ള കാര്യങ്ങളെ എഴുതൂ. ഏവർക്കും നന്മയുണ്ടാകണം, അത് മാത്രമാണ് അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ്റെ സംഭാഷണങ്ങളും അച്ഛൻ തൂലിക ചലിപ്പിക്കുന്നതും ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടിയാണെന്ന് നിസ്സംശയം പറയാൻ എനിക്ക് സാധിക്കും. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുദീർഘമായ 47 വർഷങ്ങളുടെ പൗരോഹിത്യ അജപാലന ശുശ്രൂഷയുടെ തിളക്കത്തോടെയാണ് ജേക്കബ് അച്ഛൻ ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ പരിസ്ഥിതി ഭൂമികയിൽ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയ ഒരു അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു പാരിസ്ഥിതിക അവബോധം ഓരോ ഇടവകയ്ക്കും അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇടയൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ദൈവജനത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ, ആത്മീയതയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാവും. ഞാൻ വിചാരിക്കുന്നതും ഞാൻ പരിശ്രമിച്ചതും ഏത് ഇടവകയിൽ നമ്മൾ ചെന്നുപെട്ടാലും അവരുടെ ഒരാളായിട്ട്, അവരുടെ കുടുംബത്തിലൊരാവശ്യം വന്നു, അവരുടെ ഒരാളായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം. എന്നെ ആരും പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കാൻ പാടില്ല. ഒരിടവയിൽ ചെന്ന ഗ്രൂപ്പ് ഉണ്ടാവാൻ പാടില്ല. കൃത്യസമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും എന്ന് പറഞ്ഞ പോലെ ഒരുങ്ങി ദൈവവചനം പറയണം. എനിക്കിങ്ങനെ തൊട്ട് കാണിക്കാനൊന്നുമില്ല മാഷേ. അല്ല, ഇത് മതിയല്ലോ, ഈ വാക്കുകൾ മതിയോ? കാരണം ഒരിടവയെ സംബന്ധിച്ച് വിശ്വാസികൾ കൊതിയോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നതും സ്വീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം അച്ഛൻ പറഞ്ഞത്. അധികാരം എന്ന് പറയുന്നത് അവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു മാർഗമായിട്ട് അച്ഛൻ. പിന്നെ ആ വീട്ടുകാരോടൊപ്പം ആയിരിക്കുക എന്നുള്ള മനസ്സുണ്ടെങ്കിൽ മതിയല്ലോ. എന്നെ സ്വാധീനിച്ച ഒരു ആപ്തവാക്യം നെൽസൺ മണ്ടേല മരിച്ചു കിടക്കുന്ന അവസരത്തിൽ ഒരു വനിത, ഒരു മന്ത്രി പറഞ്ഞതാണ്. ഞാൻ അവരുടെ പേരൊക്കെ മറന്നു. ടു ബി എ ലീഡർ മീൻസ് ടു ഫോൾ ഇൻ ലവ് വിത്ത് പീപ്പിൾ. ഇതിനേക്കാളും നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു നിർവചനം ടു ബി എ ലീഡർ മീൻസ് ടു ഫോൾ ഇൻ ലവ് വിത്ത് പീപ്പിൾ മണ്ടേലയുടെ വാക്കുകളായിട്ട് അവരുദ്ധരിച്ചതാണ്. കേട്ടിട്ടില്ല. അപ്പം അതുപോലെ ആയിരിക്കാനായിട്ട്. അല്ലാതെ ഈശോയുടെ പീഡാനുഭവ കാലത്ത് അത് തന്നെയാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാവണം. ഗുരുവും കർത്താവുമായിട്ടുള്ള ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകും. ഇനി ഈ ദൈവജനത്തിൻ്റെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരവായിട്ട് മാറാനായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരുമോ? അച്ഛൻ അവരിലൊരാളായിട്ട് മാറുമ്പം അവർ ആ സ്നേഹം തിരിച്ചു തരികയല്ലേ? അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ അതിരൂപതയിൽ ഒരു സർവേ ഉണ്ടായിരുന്നു. ഒരു ചോദ്യം, എന്താണ് ഒരു ഇടവകയിൽ സേവനം ചെയ്യാൻ, അതിൽ തുടരാൻ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന കാര്യം?
എന്താണ് പിടിച്ചു നിർത്തുന്നത്? അതിൽ പല ആൻസറുകളുണ്ട്, നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ അതിലൊരു ഉത്തരം കണ്ടത് ജനങ്ങളുടെ സ്നേഹമാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ വിലയിരുത്തുമ്പോൾ അവർ നമുക്ക് തന്ന അടുപ്പവും സ്നേഹവും സാന്നിധ്യവും ഒക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയോ എന്നുള്ളത് ഞാനിപ്പോൾ ഈ പാർക്കിൻസൺസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഖേദം തോന്നിയിട്ടുണ്ട്. ഒരു അനുഭവം പറഞ്ഞ ഒരിടവകയിൽ ഒരു അന്ധനായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കാൻ വരും. അപ്പോൾ ആകെ കൂടി ഒരൊറ്റ ഇതേ ഉള്ളൂ, കാശ് ചോദിക്കാനുള്ളൊരു കാരണം നമുക്ക് ശല്യവും. പക്ഷെ പിന്നീട് വേറെ ചില ഇടവുകളിലേക്കൊക്കെ ഞാൻ എത്തുമ്പോഴേക്കും അംഗവൈകല്യത്തിൻ്റെ, ഉദാഹരണത്തിന് കണ്ണ് കാണാൻ തന്നെ പറ്റില്ല, അതിൻ്റെയൊക്കെ സങ്കടം, അതിൻ്റെയൊക്കെ വേദന ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ അന്ധനായിട്ടുള്ളൊരു മനുഷ്യൻ നിൽക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് സമാധാനം മേടിച്ചു കൊണ്ടുപോയ അൾത്താര സംഘത്തിലെ കുട്ടികൾ സമാധാനം ഇങ്ങനെ കൊടുക്കുക. ഈ മനുഷ്യൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അയാൾ അറിയുന്നില്ല, ഇവർ കാണുന്നുമില്ല, ഇവർ നോക്കുന്നുമില്ല. അയാളങ്ങനെ നിൽക്കുന്നു, ബാക്കി എല്ലാവരും സമാധാനം വാങ്ങിച്ചു പോകും. ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റുന്നില്ല ഈ സമാധാനം. അയാൾ നോ ബഡി ഒരു സ്നേഹവിരുന്നിന് പോയി. അപ്പോൾ എല്ലാവരും പോയി എടുത്ത് കഴിക്കണം. അതിന് മുമ്പ് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വിരുന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും, ഞാൻ നോക്കിയപ്പോൾ ഒരു മേശപ്പുറത്ത് ഒരു അന്ധനായിട്ടുള്ള മനുഷ്യൻ, അയാളിങ്ങനെ ഇരിക്കുക വെറുതെ. ഇപ്പുറത്തൊക്കെ എല്ലാവരും പ്ലേറ്റിൽ കഴിക്കുക. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളായിരുന്നു അപ്പുറത്ത്. എന്താ ചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരിക്കണമെന്ന് അവരുടെ ശ്രദ്ധ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായേ ഇയാൾ അന്ധനാണ്, ഇയാൾക്ക് എടുക്കാൻ പറ്റില്ല, ഇയാൾ അറിയുന്നില്ല, ആളുകൾ എടുത്തുകൊണ്ടുപോയി വിളമ്പണ്ടെന്ന് അറിയുന്നില്ല. അങ്ങനെ എന്നിൽ ഞാനൊരു വളർച്ച അനുഭവിക്കുന്നുണ്ട്. എന്നെ സ്വാധീനിച്ചിട്ടുള്ള 2 വ്യക്തികൾ പേരെടുത്ത് പറയാനുണ്ട്. ഒന്ന് ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ട സ്റ്റാൻ ലോർദ് സ്വാമിയാണ്. സ്റ്റാൻ ലോർദ് സ്വാമി അച്ഛൻ്റെ 3 മാസത്തെ കോഴ്സിൽ ബാംഗ്ലൂർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റി. ഞാൻ സ്വയം വിചാരിക്കണത് പള്ളിയിലേക്ക് തിരിഞ്ഞിരുന്ന എൻ്റെ മുഖം സമൂഹത്തിലേക്ക് തിരിച്ചു വച്ചു. പള്ളിയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഞാൻ പറയണത്. അവിടുത്തെ പെരുന്നാൾ, അവിടുത്തെ ആഘോഷങ്ങൾ, പള്ളിയുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, സംഘടനയുടെ കാര്യങ്ങൾ, പിക്നിക്കുകൾ, വാർഷികങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൽ നിന്ന് ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കണമെന്ന് തിരിച്ചറിവുണ്ടാക്കി തന്നത്, എൻ്റെ മുഖം തിരിച്ചു വെച്ചത് സ്റ്റാൻ ലോർദ് സ്വാമിയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക മാനങ്ങൾ, സാമൂഹിക മാനങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് എൻ്റെ മോട്ടോ. തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ അച്ഛന്മാരുടെയും പേരുള്ളൊരു ഡയറക്ടറി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടോ ഒക്കെ എഴുതാം. ഇതാണ് എൻ്റെ മോട്ടോ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു വ്യക്തി, നേരത്തെ നമ്മൾ വർത്തമാനത്തിൽ പറഞ്ഞ പാലാ രൂപതാംഗമായിട്ടുള്ള സെബാസ്റ്റ്യൻ കിഴക്കേക്കൂറ്റാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും, ഏറ്റവും ചെറിയ ചെരുപ്പ് ഊരി വയ്ക്കുക, അതിൽ പോലും സമർപ്പണമുണ്ട്. ഒരു ബാത്ത് ടവൽ അഴക്കയിലിടുക, ഒരു ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുക, അങ്ങനെ സമർപ്പണമാണ് ജീവിതത്തിൻ്റെ സുഖം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും, ചെറിയ കാര്യങ്ങളിൽ പോലും അതാണ് അതിൻ്റെ ശരിയും, അതാണ് അതിൻ്റെ സുഖവും എന്ന് ബോധ്യപ്പെടുത്തി. സ്വന്തം മാതൃകയുണ്ട്, സ്വന്തം ശൈലിയുമുണ്ട്.
എന്നെ ബോധ്യപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ കിഴക്കേക്കൂറ്റാണ്. അങ്ങനെ 2 പേര്. വേറൊരു കാര്യം എന്നെ സ്വാധീനിച്ചത് ഡോക്ടർ M.M. തോമസ്, മരിച്ചുപോയി, നാഗാലാൻഡിലെ ഗവർണറായിരുന്നു. അദ്ദേഹം നമ്മുടെ മരിച്ചുപോയ പൗലോസ് ബിഷപ്പിൻ്റെ ഒരു സുഹൃത്തും സ്നേഹിതനൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ വന്നു. രാമനിലയത്തിൽ താമസിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളെ കാണണമെന്നൊരു താല്പര്യം പറഞ്ഞ് ഞങ്ങൾ കാണുകയുണ്ടായി. അദ്ദേഹം ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? അപ്പ കരഞ്ഞു. അത് ശരി. പക്ഷേ ഒരാളും അതുവരെ നമ്മളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ ഹൃദയവ്യഥയറിഞ്ഞ് ഇപ്പോൾ നിങ്ങളെങ്ങനെയാ എന്നുള്ള ചോദ്യം. അല്ല, ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് സാധാരണ ആരും ചോദിക്കാറില്ലല്ലോ അങ്ങനെ. അതെൻ്റെ വൈദിക ജീവിതത്തിൽ വലിയ അനുഭവമായി. ഒരുപാട് സങ്കടം പറയുന്ന ആളുകളുണ്ട്, സങ്കടമുണ്ട്, സാമ്പത്തികം, രോഗം. ഞാനും ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? അതവരുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ഒരു ധൈര്യവും അല്ലെങ്കിൽ എന്താ ഒരു പ്രതീക്ഷയും എത്രയോ വലുതാണ്. തിരിച്ചറിയപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പാവപ്പെട്ടവൻ്റെ വികാരം, അവൻ്റെ ഒറ്റപ്പെടൽ, അവൻ്റെ രോഗം, 2 കാര്യങ്ങളിൽ നമ്മൾ രമിക്കുന്നു. ഒന്ന് ഭക്തി, മറ്റൊന്ന് ചാരിറ്റി. നമുക്ക് നഷ്ടപ്പെട്ടത് നൈതികതയാണ്, നീതിബോധമാണ്. വേറൊരു കാര്യം, ഇങ്ങനെ കുറച്ച് അടുത്തും അകലിൽ നിന്നും കാണാൻ ശ്രമിക്കുകയാണ്. സമരത്തിൻ്റെ ഒരു ആത്മീയത, സമരങ്ങളുടെ ഒരു ആത്മീയത, അതിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നില്ല. എവിടെയൊക്കെയോ നമ്മൾ എളുപ്പ വഴികൾ തേടുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള സമരം അവസാനിച്ചിട്ടില്ല അച്ഛാ, അതുകൊണ്ടാണ്. അത് അവസാനിക്കുമ്പോഴാണ് ഇനി നമുക്ക് പുറത്ത് ഒരു സമരത്തിലുള്ള നമ്മൾ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് പാട്ടുപാടി നടക്കണതാ. അതാണ് കുരിശിൻ്റെ വഴിയായിട്ട് നമ്മൾ കണ്ടത്. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴി എങ്ങനെയാണ് ഒപ്പം നിൽക്കുക എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അച്ഛൻ്റെ ഈ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒന്ന്, ഒരു അന്ധയാചകൻ കാരുണ്യത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുഖം നമ്മുടെ ആത്മീയതയുടെ ഒരു ഉള്ളരമ്പുകൾ അല്ലേ ിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റാത്ത വിധം അടഞ്ഞു കിടക്കുകയാണോ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. യഥാർത്ഥ വിശ്വാസം അവന് കാരുണ്യത്തിന് വേണ്ടി അവൻ്റെ കൈകളിലേക്ക് കരങ്ങൾ നീട്ടപ്പെടേണ്ടതാണ്. ആ കൈ നമ്മുടെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴേ ഉള്ളൂ. കണ്ണ് കാണാത്തവന് കണ്ണായി തീരുക എന്നുള്ള ഒരു ചിന്തയാണ് നമ്മോട് പറയുന്നത്. അതുപോലെ സ്വരമില്ലാത്തവൻ്റെ സ്വരമായിട്ട് മാറുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒപ്പം നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒരിക്കൽ ഒരു വീടിൻ്റെ പരിസരം ചുമര് വീഴാൻ പോവുക, ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിരിക്കുക. ഒരു പാടത്തിൻ്റെ വക്കത്താണ്. പാടത്തിൻ്റെ അപ്പുറം തെങ്ങും പറമ്പുകളും കഴിഞ്ഞാൽ വലിയൊരു പള്ളി. ഈ രൂപതയിലെ തന്നെ വലിയ പള്ളികളിൽ ഒന്നാണ്. പൊന്തി നിൽക്കുന്നുണ്ട്, ആകാശം മുട്ടുന്ന. ഞാൻ തീരുമാനിച്ചു, ഇനി അങ്ങനത്തെ പള്ളികൾ കാണുമ്പോൾ ഹായ് പറയല. ഈ വീടിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളികളിലായിരുന്ന അവസരത്തിൽ ഓരോ ഞായറാഴ്ചയും പറയണം എന്ന് മനസ്സിൽ തോന്നിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നും. പറയാനും സങ്കടം ഉണ്ടാവും. പറയാൻ സങ്കടമല്ല, പറയാൻ ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇതൊക്കെ പറയാം? അത് വർഗീയതയാവാം, സാമ്പത്തികമാവാം, സ്നേഹമാവാം, കരുണയാവാം. പക്ഷെ പറഞ്ഞിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ടൊരു ഖേദം ബാക്കി നിൽക്കും. ഈ രൂപതാ വൈദികർ അത് തൃശ്ശൂർ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓരോ അച്ഛനും ഓരോ ശൈലിയാണ്, ഒരു തുടർച്ച കിട്ടില്ല. എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയോ ക്യാമ്പസുകളിൽ തണലാവും, സുഗന്ധമാവും, ഫലവൃക്ഷമാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നട്ടു നനച്ച് ശുശ്രൂഷിച്ച് മോളെപ്പോലെ വളർത്തിയ പല വൃക്ഷങ്ങളും മരങ്ങളും പിന്നാലെ വന്നവർ ഓരോരോ കാരണങ്ങളെ കൊണ്ട് നശിപ്പിച്ചു. മാഷ്ക്ക് നാഗലിംഗം അറിയാവോ? നാഗലിംഗം മാഷ്ക്ക് അറിയാലോ. ഈ ജൂബിലി ആശുപത്രിയുടെ മുറ്റത്ത് ഇത്രയും മരാമത്തുകൾ നടന്നിട്ടും മുറിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു മരം നാഗലിംഗമാണ്. ഇത് തുടങ്ങി വെച്ചപ്പോൾ ഒരു മുരിങ്ങാത്തേരി അച്ഛൻ നട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാനും ഒരു പള്ളിയുടെ മുറ്റത്തൊരു നാഗലിംഗം വെച്ചു. സെമിനാരികളിലൊക്കെ ഉണ്ട്, കാലടി ആശ്രമത്തിലുണ്ട്, മരം വെച്ചു. പിന്നെ വന്നൊരു കൈക്കാരൻ പറഞ്ഞത്, 1 നാഗം 2 ലിംഗം, ഇത് രണ്ടും പള്ളിമുറ്റത്ത് പറ്റില്ല. അങ്ങനെ ഓരോരോ കാരണങ്ങളെ കൊണ്ട് എത്രയോ മരങ്ങൾ, ഞാനതൊക്കെ ഇങ്ങനെ ഒരു കുറിപ്പായിട്ട് എഴുതാൻ. അപ്പം അങ്ങനെ ഒരു തുടർച്ച, ഒന്നിലും തുടർച്ച കിട്ടില്ല. ഈവൻ മരാമത്തിൽ പോലും ഒരച്ഛൻ പണിതത് വേറെ അച്ഛൻ വന്ന് പുതുക്കി പണിത്. അച്ഛൻ്റെ ഈ ഒരു ദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം വൈദികരെ എനിക്ക് പരിചയമുണ്ട്. ഈ ജോൺ സി ജേക്കബ് മാഷ് പയ്യന്നൂർ കോളേജിൽ ഇങ്ങനെ മരം വെട്ടിയതോർത്ത് ഒരു ദിവസം മുഴുവനും കുത്തിയിരുന്ന് കരഞ്ഞ ഒരു മനുഷ്യനാണ്. ഈ കലാലയങ്ങളിലെല്ലാം നേച്ചർ ക്ലബ്ബ് തുടങ്ങാനായിട്ട് കാരണമായിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ഹരിത ദർശനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഒരു ദർശനം ഇന്ന് സ്വന്തം ഇടവകയിൽ ധാരാളം കൃഷികൾ, ഇപ്പം ഞങ്ങളുടെ തന്നെ ചെറുപ്പങ്കൽ ഇടവകയിൽ അവിടെ ഈ പള്ളിക്ക് ചുറ്റും ധാരാളം ഇലഞ്ഞി മരങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ഒരു ഫാദർ ജോസഫ് പാനാമ്പുഴ അച്ഛനെ ഏത് ഇടവകയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു മിഷൻ എന്ന് പറയുന്ന ഇതാണ്. ഞാൻ പറയുന്നത്, ഇതേപോലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ചെറിയ ചെറിയ ഫാമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പരിശ്രമിക്കുന്ന ആ ഒരു ദർശനം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ആത്മീയത പകർന്നു കൊടുക്കുന്ന ധാരാളം വൈദികരും ഉണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ എക്സെപ്ഷണലായിട്ട് അതിനോട് താല്പര്യമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവരും അതിൻ്റെ കൂടെ ഉണ്ടാകാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് പറയുമ്പോൾ ഞാൻ അത്തരം ആൾക്കാരുടെയും കൂടെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം അച്ഛൻ തന്നെ അതിനൊരു ഉദാഹരണമാണല്ലോ. കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പം അതൊരു സഭയുടെ ഇത്തരത്തിലുള്ള ഒരു മുഖമാണ് ശരിക്കും പൊതുജനത്തിന്, സമൂഹത്തിന് കിട്ടുന്നത്. നല്ല കാര്യം തന്നെയാണ് സാർ. നമുക്കിനി എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതൊരു സാമൂഹികമായിട്ടുള്ള വശം, അച്ഛൻ പറയുന്ന പോലെ തന്നെ പള്ളിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് സമൂഹ മനസ്സാക്ഷിയിലേക്ക് തുറന്നു പിടിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് സഭ നിലകൊള്ളേണ്ടതുണ്ട്, പ്രത്യേകിച്ച് വർത്തമാനകാലത്തിൽ എന്ന് കൃത്യമായിട്ട് തന്നെ അച്ഛൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവഭയവും ഒരു ദൈവവിശ്വാസവും, ഇപ്പം പലപ്പോഴും അച്ഛൻ തന്നെ പറഞ്ഞു, നീ എങ്ങനെ ജീവിച്ചു എന്ന് പറയാനായിട്ട് ഒരാളില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായിട്ടുള്ള ഈശോയാണ്. അപ്പോൾ ഈ ഈശോയെ കൊടുക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പുരോഹിതരിലൂടെയാണ്. ഇപ്പം ഞങ്ങളൊക്കെ സ്വീകരിച്ചത് അങ്ങനെയാണ്. ശരിക്കും ആ ഒരു വിശ്വാസത്തിലാണ് വളർന്നു വന്നത്. മാതാപിതാക്കന്മാരിലൂടെ ഓഫ് കോഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ പുരോഹിതരോട്, സന്യസ്തരോട് ബഹുമാനം തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈശോയെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ മാതൃകാപരമായിട്ടുള്ള ശൈലി കൊണ്ട് ഒക്കെ നമ്മളെ ഉത്തേജിപ്പിച്ച ഒത്തിരിയും വൈദികരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള ചില അനുഭവങ്ങളും കൂടെ അച്ഛനൊന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വചനത്തിൻ്റെ ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി. കാരണം എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ, മനുഷ്യനത്ര കഴിവില്ലല്ലോ. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാണ് എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞതും, അതേപോലെ തന്നെ അത്തരത്തിലുള്ള ചില അനുഭവങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വചനം വായിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും വചനങ്ങളിങ്ങനെ ഉദ്ധരിക്കുന്ന, അതൊക്കെ കണ്ട് കൊതി തോന്നിയിട്ടുണ്ടെങ്കിലും
എനിക്ക് ശൈലിയുമില്ല, ശീലവുമില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമുണ്ട്, യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നാണ്. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകയാൽ അവിടുത്തെ സന്നിധിയിൽ നമ്മൾ സമാധാനം കണ്ടെത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ശക്തമായ വചനമാണ് അല്ലേ? പ്രതീക്ഷ നൽകുന്ന വചനമാണ്. അച്ഛന് പൗരോഹിത്യത്തിലേക്ക് വന്നത് സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിലെ ആവേശം പൂണ്ടിട്ടാന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോഴും ആ ഒരു സ്നേഹം, സഹനം, ത്യാഗം ഇതെല്ലാം ആവേശമായിട്ട് അച്ഛൻ്റെ ഉള്ളിലുണ്ടോ? ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണോ അച്ഛൻ ഇപ്പോഴും തുടരുന്നത്? അതെ 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 അതെ. എൻ്റെ മുറിയിൽ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു നിൽക്കുന്നതാണ്, കുരിശുമേന്തി അറസ്റ്റ് ചെയ്യപ്പെട്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ആർട്ടിസ്റ്റ് ഇങ്ങനെ ശരിക്കും കെട്ടിയേക്കുക, കയറുകൊണ്ട് കെട്ടിയേക്കുക. ആ ചിത്രം ഒരു ധ്യാന വിഷയമാണ്. നഷ്ടപ്പെടുന്ന നീതിബോധത്തെ കുറിച്ചൊക്കെ അല്ലേ? അങ്ങനെ നിൽക്കുമ്പോഴും യേശുവിൻ്റെ മുഖത്തൊരു ഗാംഭീര്യ ഭാവമുണ്ട്. ആ ചിത്രം ഞാൻ താമസിക്കുന്ന പ്രീസ്റ്റ് ഹോമിൻ്റെ ചിത്രമാണ്. അത് നേരത്തെ കണ്ടിട്ട് അത് ഇരുന്നിരുന്ന മുറികളിലൊക്കെ ഞാൻ പോയി തപ്പി നോക്കി, ഒരിടത്തും കാണാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഫ്രെയിമുകൾ ഒരുക്കി കൂട്ടിങ്ങനെ ഒരിത്തിൽ കൂട്ടി വെച്ചിരിക്കണ ഞാൻ കണ്ടു. ഓരോന്ന് തപ്പി നോക്കിയപ്പോണ്ട് ഈ ചിത്രം ഞാൻ വേഗം അതെടുത്ത് തുടച്ച് എൻ്റെ മുറിയിൽ കൊണ്ടുവച്ചു. അതങ്ങനെ മറ്റൊരു ചിത്രമുണ്ട്. അങ്ങനെ ഇരിക്കെ യേശുവിൻ്റേതാണ്ട് പല ചിത്രങ്ങളും കിട്ടുമല്ലോ. യേശുവിൻ്റെ ചിരിക്കുന്നൊരു ചിത്രം കിട്ടി. വളരെ റയറാണ്. അതെ, യേശു ചിരിക്കാത്ത കുറ്റം കൊണ്ടാവില്ല, അങ്ങനെ വന്നില്ല എന്നുള്ളൂ. ഞാനത് മുറിയിൽ വെച്ചോന്ന് മാത്രമല്ല, അത് പലർക്കും അങ്ങനെ കോപ്പി എടുത്തിട്ട് യേശു ചിരിക്കുന്ന ഒരു ചിത്രം. ഇത് രണ്ടുമാണ് എൻ്റെ എന്താ പറയുക ഒരു പിൻബലമായിട്ട്, ധ്യാനമായിട്ട് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾ എനിക്ക് കൂട്ടായി. ആ വായനാനുഭവത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഈ 2 ചിത്രങ്ങളുടെ ഒരു ധ്യാനം പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാകും. ഞാൻ ഏറ്റവും കൂടുതൽ സമ്മാനിച്ചിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഇപ്പോഴും ആർക്കെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കുന്നൊരു പുസ്തകമുണ്ട്, ടോട്ടോച്ചാൻ. വായിച്ചിട്ടുള്ള. അപ്പം ഇന്നാളെൻ്റെ പുസ്തകം മേടിക്കുന്ന സുഹൃത്തിൻ്റെ പീടികയിലേതും പോകാൻ പറഞ്ഞു, ഇപ്പോൾ 1000 കഴിഞ്ഞു എന്ന് തോന്നുന്നു പറഞ്ഞു. കുഞ്ഞുങ്ങൾ ബാല്യകാലത്തിൽ മസ്റ്റായിട്ട് വായിക്കണമെന്ന് എല്ലാ പുസ്തക നിരൂപകരും പറയുന്ന ഒരു ഗ്രന്ഥമാണ് ടോട്ടോച്ചാൻ. മറ്റൊരു പുസ്തകം ഇപ്പോൾ ലേറ്റസ്റ്റ് വായിക്കാൻ ബോസ്കോ പിതാവാണ് ബൈ ചാൻസിന് എനിക്ക് തന്നത്, മാർപ്പാപ്പയുടെ ആത്മകഥ. വായിക്കേണ്ട ഒരു പുസ്തകം കേട്ടോ. ഇങ്ങനെ ഒരു മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്. ടീച്ചറെ, നമ്മളീ പറഞ്ഞ സ്നേഹത്തിന് അദ്ദേഹം പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ എന്നെ അതിശയപ്പെടുത്തി. അപ്പം അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ നാൽക്കവലയിൽ അതിൻ്റെ അപ്പുറത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്ന 2 ചേച്ചിമാരുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ചില നല്ല എക്സ്പ്രഷൻസ് ഉണ്ട്, അവരുടെ ഇഷ്ടമായിരുന്നു. പാപത്തിനേക്കാൾ അപ്പുറത്ത് വ്യക്തിയെ കാണുന്ന, അല്ലെങ്കിൽ അവരുടെ കുറവുകളേക്കാൾ, അവരുടെ വീഴ്ചകളേക്കാൾ അതിന് അങ്ങനത്തെ ഒരു മനസ്സ് വേണം ആ അർത്ഥത്തിൽ. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വടക്കനച്ഛൻ്റെ കുതിപ്പും കിതപ്പുമുണ്ട്. ഇങ്ങനൊരച്ഛൻ കേരളത്തിൽ ജീവിച്ചിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെയാണ് എന്താ പറയുക വായനയ്ക്കും അല്ലെങ്കിൽ എന്താ പറയുക കൊടുക്കാനും പ്രിയമുള്ളത്. നേരത്തെ ചോദിച്ച 2 പ്രാവശ്യം മാഷ് ചോദിക്കുന്നു, ഈ ധ്യാനം യേശുവിന് അങ്ങനെ നിൽക്കാൻ പറ്റണമെങ്കിൽ അതുപോലത്തെ ഒരു മനസ്സും അതുപോലത്തെ ഒരു ജീവിതവും അതുപോലത്തെ നിലപാടുകളും ഒന്നിനെയും പേടിക്കുന്നില്ല.
എൻ്റെ ഒരു വിചാരം, ഞാനത് ഈ 1 മിനിറ്റ് ധ്യാനത്തിൽ പറയണ്ടായി, നമ്മൾ പൊതുവേ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് പറയണത്. അതിൻ്റെ ഏറ്റവും വലിയ കഷ്ടം എന്തിനും ഭീരുക്കൾ, സ്നേഹിക്കാൻ ഭീരുക്കൾ. സ്നേഹം കൊണ്ടു ചെല്ലുന്ന ചില തലങ്ങളുണ്ട്. ഏതറ്റവും വരെ പോവാൻ നമുക്ക് പറ്റണ്ട ഈ ആളുകളോടൊപ്പം. നമുക്ക് കെട്ടിപ്പിടിക്കാൻ വേറെ പലതും ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം. സ്നേഹത്തിൻ്റെ പിന്നാലെ പോയാൽ, കരുണയുടെ പിന്നാലെ പോയാൽ, നീതിയുടെ പിന്നാലെ പോയാൽ ഇതൊക്കെ എന്തു ചെയ്യും? ഇതിനൊക്കെ കുച്ചുവലങ്ങുകൾ വരും. അച്ഛന്മാരുടെ പ്രീസ്റ്റ് ഹോമിൽ അനുദിന വിശുദ്ധർ വായിക്കുന്ന ഒരു ഇതുണ്ട്. അതിൽ ജോണസ് എന്ന് പറയുന്നത് ഞാൻ അധികം കേട്ടിട്ടില്ല. ഓരോ വിരലുമാണ് വെട്ടിമുറിച്ചത്, ഓരോ വിരലും കൊല്ലാണ്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രക്രിയ. അതെ അതെ, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അങ്ങനെ എന്തുമാത്രം ധൈര്യം. ഭയം എന്ന് പറയുന്നത് ഇല്ല. ആരെ ഭയപ്പെടുന്നു? മരണത്തെ. പൗലോസ്ലീഹ പറഞ്ഞ പോലെ വാളിനെ, അധികാരത്തെ. ഈ കാലത്ത് അതായിരിക്കണം നമ്മൾ സ്വാംശീകരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഭയത്തെ അതിജീവിക്കുക സ്നേഹം കൊണ്ട്.